മകളും ഇന്ന് അമ്മ വീട്ടിലേക്ക് എത്തിയോ എന്ന് വിചാരിച്ച് വീട്ടിൽ ഫുള്ള് തിരയാൻ തുടങ്ങി. എന്നാൽ അച്ഛനാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞതും നല്ല ദേഷ്യപ്പെട്ടു. ടെൻഷനായി അമ്മക്ക് കോൾ ചെയ്തു. ഞാൻ വരാൻ ഇനിയും ഒരാഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വൈഫ് തമ്മിൽ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഫ്ളാറ്റിലുള്ള ലേഡീസും കൂടെ പഠിക്കുന്ന കുട്ടികൾ അവരെ കളിയാക്കി ചിരിക്കാണ്. ഇത് കണ്ട മകൾക്കും ദേഷ്യം വന്ന ഒരു പെണ്ണിനെ അടിച്ചു. ഇതോടെ അച്ഛനെ സ്കൂളിലേക്ക് വരുത്തി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ എന്തിനാ ഇതൊക്കെ ചെയ്തത്? എനിക്കൊന്നും അറിയില്ല അച്ഛാ. അവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം ഞാൻ ഏത് സ്റ്റാൻഡേർഡ് ാണ് പഠിക്കുന്നതെന്നോ എന്റെ ടീച്ചറിന്റെ പേരെങ്കിലും നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടത് അയാൾ മകൾ പഠിക്കുന്ന ക്ലാസ് തെറ്റായി പറഞ്ഞു. ഇത് കേട്ട അവളും ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് കയറിപ്പോയി. ഇപ്പൊ ഹീറോയിനും ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് പഠിക്കുമ്പോൾ ഏതൊക്കെ കടയിൽ നിന്ന് ജങ്ക് ഫുഡ് വാങ്ങി കഴിച്ചിരുന്നോ ഇപ്പൊ അതെല്ലാം ഓരോന്നായി പോയി തിന്നാൻ തുടങ്ങി. ഇപ്പൊ അതിലൊരു ഫ്രണ്ടിന് വയറുവേദന വന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയി. അപ്പൊ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മകൾ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് കണ്ട ഉടനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാണെന്ന് പറഞ്ഞു. അത് കേട്ട ഫ്രണ്ട്സും അവരെ കുറച്ച് ദിവസം ഒറ്റക്ക് വിട്, എന്നാലേ നിന്റെ വില അവർക്ക് മനസ്സിലാകൂ, ചോദിക്കുന്നതെല്ലാം കയ്യിൽ കെട്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞു. മാരേജിനു ശേഷം ബിസിനസ് എല്ലാം ചെയ്യാമെന്ന് ഹീറോയിൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇയാളും ജോലിക്ക് പോകാൻ തുടങ്ങി. ഹീറോയിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. വൈഫിന്റെ വില മനസ്സിലാക്കാൻ തുടങ്ങി. മകളോ അമ്മയോ ഓർത്ത് റെസ്റ്റ് റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടേക്ക് ഈ പെണ്ണ് എപ്പോഴും ഒരു പെണ്ണിനെ കളിയാക്കിക്കൊണ്ടിരുന്നു. അവള് വന്ന് നോർമലായി സംസാരിക്കാൻ തുടങ്ങി. അവള് എന്റെ അമ്മയെ കൊണ്ടാണ് എല്ലാം, ഞാൻ തന്നെ എന്റെ തല വാരേണ്ട അവസ്ഥയാണ്, യൂണിഫോം ഞാൻ തന്നെ അയൺ ചെയ്യണം, വീട്ടിൽ മര്യാദക്ക് ഫുഡ് പോലുമില്ല, എന്റെ അമ്മ എന്ത് സെൽഫിഷ് ആണെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞു. ഇത് കേട്ട ആ പെണ്ണും എല്ലാം നിനക്ക് നിനക്ക് എന്ന് നീ പറയുന്നുണ്ടല്ലോ, നിന്റെ അമ്മയെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ആരാണ് ഇതിൽ ഇപ്പോ സെൽഫിഷ് എന്ന് ചോദിച്ചു. ഇത് കേട്ട അവളും അമ്മയ്ക്ക് സ്വന്തമായ ഇഷ്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി